ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. 5 രൂപയുടെ ബൂസ്റ്റ് വെച്ച് ഇതുപോലൊരു കേക്ക് തയ്യാറാക്കി നോക്കിനോ? ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിക്കോട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. മിക്സീൻ്റെ ജാറിൽ വെള്ളമൊന്നും ഉണ്ടാവരുത് കേട്ടോ. ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. വലിയ മുട്ടയാണെങ്കിൽ വലിയ മുട്ട തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചെറുതെടുത്താലും മതി, പ്രശ്നമൊന്നുമില്ല. വലിയ മുട്ടയാണെങ്കിൽ ഒന്നും കൂടി ഹൈറ്റിൽ നമ്മൾ കേക്ക് പൊന്തി വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്കൊരു 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു നോർമൽ മധുരമായിട്ട് ഉണ്ടാകും. നിങ്ങൾക്ക് എന്താ പറയുക, കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാരൻ്റെ അളവ് കൂട്ടാട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് പാലും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ട നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസായ 5 രൂപയുടെ 3 പാക്കറ്റ് ബൂസ്റ്റ് പൊടിയില്ലേ, അതാട്ടോ ഞാൻ എടുത്തത്. അത് 3 ഇതിലേക്ക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് മിക്സിയുടെ ജാർ അടച്ച് വെച്ചിട്ട് നല്ല പോലെ 2 മിനിറ്റ് നല്ലോണം അടിച്ചെടുക്കണം കേട്ടോ. നമ്മൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇട്ടത്, അതുകൊണ്ട് നല്ലോണം അടിച്ചെടുക്കണം. ആ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആവുന്ന രീതിക്ക് അടിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നല്ല സ്മൂത്തായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഒരു അരിപ്പ വെച്ചിട്ട് ഇതിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക കേട്ടോ. മെഷറിങ് കപ്പ് ഇല്ലെങ്കിൽ ഗ്ലാസ് അളന്നിട്ട് എടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ തന്നെ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നല്ല പോലെ അരിച്ചെടുക്കുക. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേപോലത്തെ ഒരു വിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ അതെടുക്കുക. അതാവുമ്പോൾ നമുക്ക് കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 2-3 മിനിറ്റ് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ മൈദൻ്റെ മിക്സ് നല്ലോണം മിക്സ് ആവണം. എവിടെയും ഒരു കട്ട പോലും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് വിസ്ക് എടുക്കാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. വല്ലാണ്ടങ്ങ് ഓവർ ബീറ്റ് ചെയ്യരുത്. അപ്പോൾ ഇതാ നല്ല സ്മൂത്തായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ഒരു സോസ് പാൻ ആട്ടോ എടുത്തത്. നിങ്ങളടുത്ത് കേക്കിൻ്റെ ടിന്നുണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇതേപോലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് നമ്മളെ ബാറ്റർ മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ട് നിൽക്കേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഓവനിൽ വേണമെങ്കിൽ ഓവനിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ സ്റ്റൗ ടോപ്പിലാട്ടോ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മൂടി അടച്ച് വെച്ചിട്ട് ആ ചെറിയ ഹോൾസ് ഇല്ലേ, അത് അടച്ച് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടി ആവി പുറത്ത് പോയിട്ട് കേക്ക് കുക്കാവാൻ കുറേ സമയം എടുക്കും കേട്ടോ. ഇനി ഇതേപോലെ ഒരു അടികട്ടിയുള്ള പാത്രം ഒന്ന് ആദ്യം ചൂടാക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ആട്ടോ വെക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ കേക്ക് കരിഞ്ഞു പോകില്ല. അതിനാട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതാ ഒരു 45 മിനിറ്റോളം എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വരാൻ. നല്ലോണം കുക്കായിട്ടുണ്ടോ നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കാം. അപ്പോൾ ഇത് നല്ല ക്ലീൻ ആയിട്ട് തന്നെ കേട്ടോ കിട്ടിയത്. നമ്മളെ കേക്ക് നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. അഥവാ ഈ സമയം കുക്കായില്ല നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി അടച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആട്ടോ കേക്ക്. പറഞ്ഞ പോലെയല്ല, പഞ്ഞി പോലത്തെ കേക്കാണ്. കട്ട് ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കട്ട് ചെയ്യാനും പറ്റുന്നുണ്ട് കേട്ടോ നമുക്ക്. ബൂസ്റ്റ് വെച്ച് ഇതുപോലൊരു കേക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വെറുതെ പറയാൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ തന്നെ.
വൈകുന്നേരം ചൂട് ചായൻ്റെ ഒപ്പമൊക്കെ ഇതേപോലെ ചെറിയൊരു പീസ് കേക്ക് മതി കേട്ടോ. ഓവറായിട്ടുള്ള മധുരമൊന്നുമില്ല കേട്ടോ, ഒരു ഇളം മധുരമാണുള്ളത്, നോർമൽ മധുരമാണുള്ളത്. ഇതിലും മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരൻ്റെയൊക്കെ അളവ് കൂട്ടിയെടുത്താൽ മതി കേട്ടോ നിങ്ങൾ. കണ്ടോ, നല്ല സോഫ്റ്റ് ആട്ടോ നമ്മളെ കേക്ക്. ഇതേപോലെ നല്ല പഞ്ഞി പോലത്തെ കേക്കാട്ടോ. അപ്പോൾ ഇതാ നമ്മളെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള 5 രൂപയുടെ ബൂസ്റ്റ് വെച്ചിട്ട് നല്ല കിടിലനായിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേ മെത്തേഡ് ഫോളോ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്കും ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട്